ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ അടുക്കളയിൽ സാധാരണ നാം ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളും നുറുങ്ങു വിദ്യകളും ഒക്കെയാണ്. അതിലൊന്ന് പാവയ്ക്ക സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറുള്ളതാണ്. പക്ഷേ പാവയ്ക്കയുടെ കയ്പ്പ് ആലോചിക്കുമ്പോൾ പലരും തിന്നാൻ മടിക്കും. അപ്പം നമ്മളിന്ന് പാവയ്ക്കയുടെ കയ്പ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, മാറ്റാൻ പറ്റില്ല, കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനാവശ്യം പാവയ്ക്ക ഞാനിങ്ങനെ കറിക്ക് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, പാവയ്ക്കൊക്കെ പിടിക്കാൻ മാത്രം. അതുപോലെ തന്നെ 1 സ്പൂൺ വിനാഗിരി, പിന്നെ ഈ പാവയ്ക്ക മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പാവയ്ക്ക ശരിക്കും മുങ്ങിക്കിടക്കണം. ഇതൊരു അരമണിക്കൂറത്തേക്ക് ഇങ്ങനെ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല കയ്പുള്ള പാവയ്ക്കയാണെങ്കിൽ പോലും ഒരു പരിധി വരെയൊക്കെ കയ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. ഉരുളക്കിഴങ്ങ്, സവാള, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ സാധാരണ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ്, സവാള സാമാന്യം വലിപ്പമുണ്ട്, കണ്ടാലും മനസ്സിലാവുക എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരേ ട്രെയിൽ തന്നെ ഇത് സൂക്ഷിച്ച് വയ്ക്കും, എടുക്കാനുള്ള എളുപ്പത്തിനും എല്ലാത്തിനും കൂടെ. പക്ഷേ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിൽ പെട്ടെന്ന് ഇതുപോലെയുള്ള മുളകൾ പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് സവാളയുടെ ഒപ്പം സൂക്ഷിക്കുമ്പോൾ. സവാളയും ഉരുളക്കിഴങ്ങും 2 ട്രേകളിലായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിവേപ്പില. നമുക്കറിയാം, ഇപ്പം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയിലാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളതെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വെറുതെ ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതിയാവും. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വേപ്പില വൃത്തിയാക്കുന്ന വിധമാണ് നമ്മൾ അടുത്ത ടിപ്പായിട്ട് പറയുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കറിവേപ്പില നമുക്ക് ഉതിർത്തി പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ വേപ്പിലയിലേക്ക് കുറച്ച് വിനാഗിരി, ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ മുക്കി വയ്ക്കണം. നല്ല വെള്ളത്തിൽ. ആദ്യം ഈ വേപ്പിലൊന്ന് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ എന്നാലും അതിൽ ഇഷ്ടംപോലെ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുന്നതോടുകൂടി കുറച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ മണ്ണോ അഴുക്ക് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് നീങ്ങിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ 1 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കണം. ഇത് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നല്ലോണം വേറെ വെള്ളത്തിൽ കഴുകിയെടുത്ത വേപ്പിലയാണ്. ഇത് നമുക്ക് ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ ടർക്കിയോ തോർത്തോ എന്തെങ്കിലും മതി. അതിൽ നമ്മൾക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് അതിൽ വെള്ളം വലിഞ്ഞു പോകാനാണ് കേട്ടോ ഇതിങ്ങനെ ഇടുന്നത്. ഇത് വെള്ളം വലിയണ വരെ നമുക്ക് ഈ തുണിയിൽ ഇതൊന്ന് പതിയെ തുടച്ചെടുത്താലും മതിയാവും. ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് വേറെ വല്ല പണിയൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലെ വെള്ളവും വലിഞ്ഞു കിട്ടും. നമുക്ക് ഏത് നേരവും ഇതിൻ്റെ പുറകെ നടക്കുകയും വേണ്ട. ഇപ്പോൾ നമ്മുടെ ഇലയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. നല്ലോണം ഒന്നൊന്നിനോട് വിട്ടൊക്കെ കിടപ്പുണ്ട്. ഇതിൽ നല്ലോണം വെള്ളം വലിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മളുടെ വീട്ടിൽ ചില്ലിൻ്റെ കുപ്പി, പൊട്ടണ കുപ്പിയില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം, അതിലിട്ട് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയാലും മതി. അതിലധികം തിക്കായിട്ട് നിറക്കരുത്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന വിധത്തിൽ വേണം നിറക്കാനായിട്ട്. ഈ മൂടിയുടെ ഉള്ളിൽ ഒരു കടലാസ്, ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് മൂടി ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഈർപ്പവും കൂടെ ഈ കടലാസ് വലിച്ചെടുത്തോളും. ഇത്തിരി ഫ്രീ ആയിട്ട്, തിക്കായിട്ട് നിറക്കരുത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തിക്കായിട്ട് നിറക്കുമ്പോൾ ഈ ഇലയിലൊക്കെ ഇത്തിരി ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ അമുങ്ങി വീണ്ടും ചീഞ്ഞു പോകും വേഗം. അപ്പോൾ മാക്സിമം തിക്കായിട്ട് നിറക്കാതിരിക്കാൻ നോക്കും. ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം നമ്മൾക്ക് 3-4 ആഴ്ച വരെ ഫ്രിഡ്ജിൽ നല്ല സേഫായിട്ടിരിക്കും, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ 3 ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരെയും ഈ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇനിയും പുതിയ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.